ബസേലിയസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. അങ്കമാലി ശബരി റെയിൽപാതയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ചതായി മുൻ MLA ബാബു പോൾ. കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി സംസ്ഥാന മുഖ്യമന്ത്രിയും സംസ്ഥാന റെയിൽവേ മന്ത്രിയും നടത്തിയ ചർച്ചയിലാണ് അനുമതി ലഭ്യമായത്. കേരളത്തിന്റെ ദീർഘകാലമായിട്ടുള്ള സ്വപ്ന പദ്ധതിയായ അങ്കമാലി ശബരി റെയിൽപാതയ്ക്ക് കേന്ദ്രാനുമതി ലഭിച്ചതായി അങ്കമാലി ശബരി റെയിൽ ആക്ഷൻ കൗൺസിൽ ഫെഡറേഷൻ ജനറൽ കൺവീനർ മുൻ MLA ബാബു പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ മലയോര മേഖലയുടെ വികസനത്തിന് ഏറെ പ്രാധാന്യമുള്ള പദ്ധതിയാണ് യാഥാർത്ഥ്യമാകുന്നതെന്നും പദ്ധതിയുടെ ഭാഗമായി സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വഴിയാധാരമായ നൂറുകണക്കിന് കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇതോടെ പരിഹാരമാകുമെന്നും ബാബു പോൾ പറഞ്ഞു. ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ മലയോര മേഖലയുടെ വികസനത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നതും ആയ പ്രോജക്റ്റാണ് അങ്കമാലി ശബരി റെയിൽപാത. ഈ പാതയ്ക്ക് ഇന്നലെ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ് അനുമതി നൽകി എന്നുള്ളത് ഈ മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരവും സന്തോഷകരവുമായ ഒരു കാര്യമാണ്. 28 വർഷക്കാലമായി ഈ മേഖലയിലെ 2000-ഓളം വരുന്ന കുടുംബങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ ദുരിതങ്ങൾക്കും അവരുടെ സ്ഥല വിൽപ്പനയ്ക്കോ വീടുകളുടെ മെയിൻ്റനൻസ് നടത്തുന്നതിനോ പുനർനിർമ്മാണം നടത്തുന്നതിനോ വസ്തുക്കൾ പണയപ്പെടുത്തി വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിനോ ഒന്നും കഴിയാത്ത വിധത്തിൽ വലിയ ദുരിതം അനുഭവിച്ചു വരികയായി. ആ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശ്വാസം നൽകുന്ന ഒരു നിലപാടാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയതെന്നും ബാബു പോൾ. എന്നാൽ 2019 കേന്ദ്ര ഗവൺമെൻറ് ഫ്രീസ് ചെയ്ത ഈ പദ്ധതി വീണ്ടും പുനർജീവിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായില്ല. 2021 സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാട് അംഗീകാരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ആക്ഷൻ കൗൺസിൽ കേന്ദ്ര മന്ത്രിമാരെയും ഉൾപ്പെടെ നേരിട്ട് കാണുന്നതിനുള്ള നിലപാടുണ്ടായി. അപ്പോൾ 2024 തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന BJP ഗവൺമെൻറ്റിലെ കേരളത്തിലെ മന്ത്രിമാരെയും കേരളത്തിലെ നേതാക്കന്മാരെയും നിരന്തരമായി ബന്ധപ്പെടുകയും അവരും കൂടി ഇക്കാര്യത്തിൽ താല്പര്യമെടുക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട്. ഇതേ അവസരത്തിൽ തന്നെ കേരളത്തിലെ MP-മാരും പദ്ധതി പ്രദേശത്തെ MLA-മാരുടെയും ശക്തമായ സമ്മർദ്ദവും പത്രമാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എല്ലാം ഈ കാര്യം ഒരു പൊതുവികാരം എന്നുള്ള തരത്തിൽ കേരളത്തിൻ്റെ പൊതുവികാരം എന്നുള്ള തരത്തിൽ വളർത്തിയെടുക്കുവാൻ സഹായകരമായ നിലപാട് സ്വീകരിച്ചു. ഇതെല്ലാമായി ഉയർന്നു വന്നപ്പോഴാണ് സംസ്ഥാന ഗവൺമെൻറ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അതുപോലെ റെയിൽവേയുടെ സംസ്ഥാന മന്ത്രി ചുമതല വഹിക്കുന്ന മന്ത്രി എന്നുള്ള തരത്തിൽ ശ്രീ അബ്ദുൾ റഹ്മാനും ഇന്നലെ ഡൽഹിയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ചർച്ച നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇപ്പോൾ അനുമതി നേടിയിട്ടുള്ളത്. ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി റെയിൽവേയുടെ വിദഗ്ധ സംഘം ജൂലൈയിൽ കേരളത്തിലെത്തും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും.